രാവിലത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ വീട്ടിലുള്ള ഓരോരുത്തരെയും അവിടെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ഒബ്ജക്റ്റുമായിട്ട് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റുമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവുമായിട്ട് താരതമ്യപ്പെടുത്തുക എന്നതായിരുന്നു. അപ്പോൾ അനീഷിനെ കുറിച്ച് ലക്ഷ്മി എന്ന് പറഞ്ഞെന്ന് പറയുന്നത് അവിടെ സ്റ്റോർ റൂമിൻ്റെ അവിടെ ഇരിക്കുന്ന ക്യാമറയാണ്. എന്ന് വെച്ചാൽ ചില സമയത്ത് നമ്മൾ എത്ര പേ കൈ കാണിച്ചാലും അത് നമ്മളെ മൈൻഡ് ചെയ്യത്തില്ല, ചില സമയത്ത് മൈൻഡ് ചെയ്യും. അതുപോലെയാണ് അനീഷ്. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും പറയാൻ പോയി കഴിഞ്ഞാൽ മൈൻഡ് പോലും ചെയ്യില്ല, എന്നാൽ ചില സമയത്ത് റിയാക്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ സ്റ്റോർ റൂം ക്യാമറ പോലെയാണ് അനീഷ് എന്ന് പറഞ്ഞു. രണ്ടാമത് നമ്മുടെ ആര്യം പറഞ്ഞത് അവിടെ ഇരിക്കുന്ന ഒരു കുടയുണ്ടല്ലോ, ആ കുടയാണ് ജിസേൽ എന്നാണ്. കാരണം മഴയത്തുനിന്നും വെയിലത്തുനിന്നും ഒക്കെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, എനിക്ക് വയ്യ, സംരക്ഷിക്കുന്ന ആളാണ് ജിസേൽ എന്നാണ് നമ്മുടെ ആര്യം പറയുന്നത്. അതേ സമയത്ത് ആദില വന്നിട്ട് അക്ബറിനിട്ടൊരു കുത്തിയിട്ട് പോയി. അക്ബർ കത്തിയാണെന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഈ കത്തി ഉപയോഗിക്കുന്നത് മീറ്റ് ഉൾപ്പെടെ സകലതും മുറിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ആടിനെയാണ് മുറിക്കുന്നതെങ്കിലും ആടിൻ്റെ ഇമോഷൻസിനെ കുറിച്ച് കത്തി ചിന്തിക്കാറില്ലല്ലോ. ആടിനെ മുറിക്കും, കോഴിയെ മുറിക്കും, എല്ലാത്തിനെയും മുറിക്കും. അത് ഏത് ഇമോഷനിലാണ് ഇരിക്കുന്നത്, അതിന് എത്ര വിഷമമുണ്ട് അപ്പോൾ, അല്ലെങ്കിൽ അത് സങ്കടപ്പെട്ടാണോ സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത്, ഇതൊന്നും കത്തി നോക്കാറില്ല. അതിൻ്റെ ജോലി മുറിക്കലാണ്, അത് മുറിച്ചുകൊണ്ടേ ഇരിക്കും. അതുപോലെയാണ് അക്ബർ. മറ്റുള്ളവരുടെ ഇമോഷണൽ സ്റ്റേജിനെ കുറിച്ചൊന്നും ചിന്തിക്കാതെ എപ്പോഴും, അതായത് ഇന്നലെ അക്ബർ പറഞ്ഞില്ലേ ആദിലയുടെ വീട്ടിൽ നിന്ന് വരാൻ ആരുമില്ല, ദിയാസന വരും എന്ന് പറഞ്ഞ് കളിയാക്കിയില്ലേ, ആ സാധനമാണ് കേട്ടോ. പുള്ളിക്കാരിക്ക് നല്ലപോലെ കൊണ്ടിട്ടുണ്ട്. സോ അതിനെയാണ് കത്തിയുമായിട്ട് ഉപമിച്ചത്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.